പ്ലസ് ടു കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് കാണുമ്പോൾ പലരും എന്ത് ചെയ്യണം എന്നറിയാതെ, മിക്കവാറും ആൾക്കാർക്ക് ഒരു പ്ലസ് ടു കഴിയുന്നവരെ എന്താണ് അഭിരുചി അല്ലെങ്കിൽ എന്താണ് എൻ്റെ പാഷൻ എന്നൊക്കെ ഉള്ളത് ഐഡിയ കിട്ടാതിരിക്കുന്ന ആൾക്കാരാവും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കുടുങ്ങിയിരിക്കും. പലരും പല കോഴ്സുകൾ പറയും, നിങ്ങളുടെ പാരൻസ് പല കോഴ്സുകൾ പറയും, പല റിലേറ്റീവ്സും പല കോഴ്സുകൾ പറയും. നിങ്ങൾ എന്ത് ചെയ്യും? അതൊക്കെ അന്വേഷിച്ച് പോകാൻ നോക്കും, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാം എന്നൊക്കെയുള്ള പ്ലാനിലായിരിക്കും. സോ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ പ്ലസ് ടു കഴിഞ്ഞിട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ. അതിലെല്ലാത്തിലും ഓരോരുത്തർ ഓരോരോ ടൈപ്പ് ഓഫ് സബ്ജക്റ്റുകളും പല സബ്ജക്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ടായിരിക്കും. പല ഡിഗ്രി കോഴ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കും. എന്നാൽ ഇതൊന്നുമല്ല പറയാൻ പോകുന്നത്. നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട്, ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാൾ എങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ ഒരു ഓർഡിനറി സിസ്റ്റത്തിൽ പോണ പോലെ അല്ല, അതിനപ്പുറം ഒരു ഡിഫറെൻറ്റ് രീതിയിൽ ലൈഫ് ബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇച്ചിരി ചങ്കൂറ്റവും ധൈര്യമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, അങ്ങനത്തെ കുറച്ച് സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് പാരൻസ് ആയിക്കോട്ടെ, ഇച്ചിരി ലൈഫ് ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഹൈ ലെവലിൽ ജീവിക്കുക. ഹൈ ലെവലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേൾഡിൽ 5% ആൾക്കാരെ ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെ ആ രീതിയിലൊക്കെ ജീവിക്കാൻ പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണ്. ഇച്ചിരി എഫേർട്ട് എടുക്കാനും ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്ത് ലൈഫ് വേറെ ലെവലിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ വളരെ വാല്യബിൾ ആണ്. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ brototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോക്യാമ്പ് എന്നുള്ള 6 months പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക. പ്ലസ് ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് എല്ലാ പാരൻസും പറഞ്ഞൊരു ഡയലോഗാണ്, പ്ലസ് ടു കഴിഞ്ഞാൽ വേഗം ഡിഗ്രി എടുക്കുക. ഡിഗ്രി ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലൊരു ജോലിയും കിട്ടൂല. ഡിഗ്രി എടുത്തേ പറ്റുള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. നീ ഡിഗ്രി പഠിച്ച് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നീ വേറെ എന്ത് വേണം ചെയ്തോ. ഈ രീതിയിലേക്കായിരിക്കും സാധാരണ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊരു ഓപ്ഷനാണ്. ഡിഗ്രി എടുക്കുക, അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചിട്ട് നല്ലൊരു സബ്ജക്റ്റ് പഠിക്കുക, അതിനെ ബേസ് ചെയ്തിട്ട് നല്ലൊരു ജോലിയിലോട്ട് കയറാന്നൊക്കെ ഉള്ളത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ നാട്ടിൽ കാലങ്ങളായിട്ട് നടന്നു പോകുന്നൊരു ഓപ്ഷനാണ്. പക്ഷേ അത് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ വേറൊരു സൈഡ് നിങ്ങൾ മനസ്സിലാക്കണം. വേറെ സൈഡ് എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഡിഗ്രി പഠിക്കുന്നത്, അതായത് ഒരുപാട് ഓർഗനൈസേഷൻസ് അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. 95% കുട്ടികളും കോളേജ് ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന 95% കുട്ടികളും ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ക്വാളിറ്റി, അതായത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയോ നോളേജോ ഇല്ലാതെയാണ് നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പുറത്തിറങ്ങുന്നത്. 95 എന്നുള്ള അതിന് മുകളിലോട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഏത് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞോ, ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് 3 വർഷം 4 വർഷം നമ്മുടെ പൈസയും പോയി, നമ്മുടെ സമയവും പോയിട്ട് നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, അത് പുറത്തിറങ്ങുക. ഇതൊരു ഫാക്റ്റാണ്. ഈ ഒരു സംഭവം റീസെൻ്റ്ലി ആയിട്ട് ഒരുപാട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മുടെ പാരൻസിന് ഇത് മനസ്സിലാവാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് ഒരു പ്ലസ് ടു കഴിയാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആർക്കും ജോലി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് എല്ലാവർക്കും ഡിഗ്രി, എല്ലാവർക്കും PG, ഒരുപാട് കോഴ്സുകൾ, ഒരുപാട് യൂണിവേഴ്സിറ്റികളായപ്പോൾ ഈ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി കുറയും. അവിടെയൊക്കെ ടീച്ചേഴ്സ് ക്വാളിറ്റി കുറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവിടുത്തെ ടീച്ചേഴ്സോ പഠിപ്പിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അതായത് ടീച്ചേഴ്സിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ചാൽ, അവർ എന്താ പറയുക, ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ട് വരിക, എന്നിട്ട് പഠിപ്പിക്കുക. അതായത് ഇൻഡസ്ട്രിയിൽ എന്താണെന്ന് മനസ്സിലാക്കാതെ ജസ്റ്റ് എന്തെങ്കിലും പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ കഴിഞ്ഞു പോകുമ്പോൾ അവർക്ക് ക്വാളിറ്റി ഇല്ലാതെ പുറത്തിറങ്ങുന്ന അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പാരൻസ് ഇപ്പോഴും ചിന്തിക്കുന്നത് പഴയ പോലെയാണ്. ഡിഗ്രി ഇല്ലെങ്കിൽ ജോലി കിട്ടൂല, ഡിഗ്രി ഇല്ലെങ്കിൽ നടക്കൂല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റീസെൻ്റ്ലി ഒരുപാട് കമ്പനീസ് ഈ കാര്യത്തിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മൾ പറയുന്ന ഗൂഗിള്, ഫേസ്ബുക്ക്, ആമസോൺ, ആപ്പിൾ, ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഡിഗ്രി വലിയ മാറ്ററല്ല, സ്കില്ലുണ്ടോ നമുക്ക് ജോലി ഉണ്ടെന്നുള്ള രീതിയിൽ വലിയ വലിയ കമ്പനികൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ നാട്ടിലോട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു 3 year 4 year ഡിഗ്രി പഠിച്ചിട്ട് അവന് യാതൊരു സ്കില്ലും ഉണ്ടാവില്ല എന്നുള്ള എല്ലാ കമ്പനികൾക്കും അറിയാം. പിന്നെ കുറച്ച് കമ്പനീസ്, ഇപ്പോൾ MNC ഒക്കെ പോലുള്ള കമ്പനീസ് നമ്മുടെ കോളേജുകളിലൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, പ്ലേസ്മെൻറ്റ് ഡ്രൈവ് ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാറുണ്ട്. അതവർ ട്രെയിനിങ് ക്യാമ്പസിലോട്ട് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കും അറിയാം
ഒരു 3 വർഷം 4 വർഷം ഡിഗ്രി പഠിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ലൊന്നും ഇല്ല എന്നുള്ളത്. ഞാൻ Tier 1 കോളേജുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് IIT NIT പോലുള്ള കോളേജുകളും കുറച്ച് നല്ല കോളേജുകളൊക്കെ ഉണ്ട് വിരലുണ്ടാവുന്നത്. ആ കോളേജുകൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്സ് ക്ലാസ് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ നെറ്റ്വർക്ക് കിട്ടാനുള്ള രീതിയിലുള്ള കോളേജുകളൊക്കെ ഉണ്ട്. അങ്ങനെ പോകുന്ന കോളേജുകൾ വിരലുണ്ടാവുന്ന കോളേജുകൾ മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്കില്ലൊന്നും ഇല്ലാതെ അല്ലെ സ്കില്ലൊന്നും കിട്ടാത്ത ഈ ഡിഗ്രി കോഴ്സുകൾ 3 വർഷം 4 വർഷം സ്പെൻഡ് ചെയ്യണോ, സമയം സ്പെൻഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ പാരന്റോട് തീരുമാനിക്കുക. സമ്പ്രദായത്തിൻ്റെ പിന്നാലെ പോകണോ, നിങ്ങളെ ലൈഫ് വേറെ രീതിയിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് മാത്രം ഈ വീഡിയോ അങ്ങോട്ട് വാച്ച് ചെയ്യുക. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഇത് നമ്മുടെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് വേണ്ടവരും ഹൈ റിസ്ക് എടുക്കേണ്ടവരും മാത്രം ചെയ്യേണ്ട കാര്യമാണ്. സോ വേണ്ടവർ മാത്രം ഏറ്റെടുക്കുക, അല്ലാത്തവർ വിട്ട് കളഞ്ഞേക്കുക. അല്ലാത്തവർ ആ ഓർഡിനറി സിസ്റ്റത്തിന് പിന്നാലെ അതുപോലെ പോയിട്ടൊരു 3-4 വർഷം കളഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നോളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പല വിദേശ സ്റ്റുഡൻസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പറയാറുണ്ട്, അവർ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെന്ത് ചെയ്യും, ഒരു നാട് കറങ്ങാനിറങ്ങും. പല പല കൺട്രീസിൽ യൂറോപ്പൊക്കെ ഫുള്ള് ചുറ്റിക്കണ്ട് ജീവിതമൊക്കെ മനസ്സിലാക്കി പിന്നെ വന്ന് പഠിച്ച് അല്ലെങ്കിൽ കുറച്ചു കാലം വർക്കൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ വന്ന് ഡിഗ്രി എടുത്ത് പഠിക്കുക. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള എഡ്യൂക്കേഷൻ വേണ്ടതെന്നൊക്കെ പലരും എഡ്യൂക്കേഷനെ കുറിച്ച് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെയുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ളൊരു വിഷയമാണ്. പക്ഷേ ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ 17 വയസ്സ് കഴിഞ്ഞ് നിങ്ങളോട് നാട് ചുറ്റാൻ ഇറങ്ങണം എന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പാരൻസ് ഇവിടെ വന്നിട്ട് എന്നെ തെറി വിളിക്കും. അതായത് 17 വയസ്സുള്ള ചെക്കന് 18 വയസ്സ് പോലും ആയിട്ടില്ല, ഐഡൻറ്റി കാർഡും പോലും കിട്ടിയിട്ടില്ല, അത് നിങ്ങൾ നാട് ചുറ്റാൻ കറങ്ങാൻ വിടുകയാണോ? ഞാൻ അതുകൊണ്ട് അതൊന്നും പറയണില്ല. അല്ലെങ്കിൽ നടക്കാത്ത, നമ്മുടെ പാരൻസ് തീരെ റെഡി ആവാത്ത, സമ്മതിക്കാത്ത കാര്യം ഒന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഹെവി ഗ്രോത്ത് വരുന്നത്, അതായത് നിങ്ങൾക്ക് നല്ല ഇൻകൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പല ഫീൽഡുകളോട്ട് നിങ്ങൾ എത്താൻ പറ്റുന്ന പല രീതികളാണ് പറയണത്. അതായത് നമ്മൾ ഓർഡിനറി സിസ്റ്റത്തിൽ ഡിഗ്രി പഠിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് പഠിച്ചു പോകുന്നതിന് പകരമായിട്ട് വേറെ രീതിയിലോട്ട് എങ്ങനെ പോകാൻ പറ്റുന്നതിനെ കുറിച്ച്. അതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹൈ ഇൻകം സ്കില്ലുണ്ട്, ലോ ഇൻകം സ്കില്ലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല ജോലികൾ ചെയ്യുന്നുണ്ട് ഇല്ലേ. നമ്മുടെ നാട്ടിൽ കൃഷിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട്, നമ്മൾ വീട് പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്, പല IT വർക്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, സെയിൽസ് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, മാർക്കറ്റിംഗ് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഡിസൈനിങ് ജോബുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പല പല ജോബുകളാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ 2 കാറ്റഗറി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് ഹൈ ഇൻകം സ്കിൽ ജോബും ഒന്ന് ലോ ഇൻകം സ്കിൽ ജോബും എന്ന് പറയാൻ പറ്റും. അതായത് ഹൈ ഇൻകം സ്കില്ലും ലോ ഇൻകം സ്കില്ലും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഹൈ ഇൻകം സ്കിൽ എപ്പോഴും എക്സ്പീരിയൻസ് കൂടുന്തോറും വാല്യൂ കൂടുന്ന സ്കില്ലാണ് ഹൈ ഇൻകം സ്കിൽ എന്ന് പറയുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിസൈനിങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്കില്ല് പഠിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ നോളജ് കൂടുന്നതോറും എക്സ്പീരിയൻസ് കൂടുന്നതോറും സാലറി, കമ്പനീസ് സാലറി തരും. നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൂടുന്നതോറും, നിങ്ങൾ ഫ്രീലാൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂടുതൽ കിട്ടും. അതായത് ഹൈ ഇൻകം സ്കിൽ എപ്പോഴും പേയ്മെൻറ്റ് കൂടും. എന്നാൽ നിങ്ങൾ ഇന്ന് ഇപ്പുറത്ത് ചിന്തിച്ച് നോക്കി, ലോ ഇൻകം സ്കില്ലുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ചുമര് പെയിൻ്റ് അടിക്കാൻ വരുന്ന ഒരാൾ, അയാൾ ലോ ഇൻകം സ്കില്ലാണ് ചെയ്യുന്നത്. അപ്പോൾ ആൾ ഒരു ഇപ്പോൾ എന്താ 2 വർഷം 5 വർഷം എക്സ്പീരിയൻസ് ആയി എന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ കൂലി കൊടുക്കുമോ? നമ്മളെപ്പോഴും നാട്ടിലൊരു കൂലി ഉണ്ടാവും, ആ കൂലിയാണ് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ലോ ഇൻകം സ്കില്ലുകൾക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് കൂടുന്തോറും വാല്യൂ കൂടില്ല. ഹൈ ഇൻകം സ്കില്ലുകൾക്ക് എക്സ്പീരിയൻസ് കൂടുന്തോറും വാല്യൂ കൂടും. അപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും നാളെ ഒരു ജോലി കണ്ടുപിടിക്കാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഹൈ ഇൻകം സ്കില്ലാണോ ഞാൻ ചെയ്യണമെന്നുള്ളത് പ്രത്യേകം നോക്കണം. എന്നാലും എന്തേ ഉള്ളൂ, നിങ്ങൾ സമയം കൂടുന്തോറും നിങ്ങൾക്ക് വാല്യൂ കൂടിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് നല്ല റിട്ടേൺ കിട്ടുള്ളൂ. നല്ല റിട്ടേൺ കിട്ടണമല്ലോ എന്തായാലും. നമ്മുടെ എക്സ്പീരിയൻസ് ഇങ്ങനെ കൂടി പോകുന്നതോറും നമ്മുടെ വാല്യൂ കൂടെ തന്നെ വേണം. സോ ഹൈ ഇൻകം സ്കില്ലുകൾ ഫോക്കസ് ചെയ്യണം. ഹൈ ഇൻകം സ്കില്ലുകൾ ഏതാണെന്നൊക്കെയുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ മാത്രമല്ല ഐ ബട്ടണിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് വാച്ച് ചെയ്യാം. സോ ഹൈ ഇൻകം സ്കില്ലുകൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. സെയിൽസ്, മാർക്കറ്റിംഗ്, ഡിസൈനിങ്, പ്രോഗ്രാമിംഗ്, അങ്ങനെ പല ഫീൽഡിൽ ഹൈ ഇൻകം സ്കില്ലുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഹൈ ഇൻകം സ്കില്ലാണ് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഈ ഹൈ ഇൻകം സ്കില്ല് സെലക്ട് ചെയ്ത് നമ്മളൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഏതെങ്കിലും ഒരു സ്കില്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും ഇത് ചെയ്യാന്നൊക്കെ. ഏത് ഫീൽഡ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ വേണ്ട യൂട്യൂബിൽ നല്ല വ്ളോഗ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കാണെങ്കിലും ചെയ്തോട്ടോ, അതിനൊക്കെ വാല്യൂ കൂടും. വ്ളോഗിങ് നല്ലൊരു ഹൈ ഇൻകം സ്കില്ലാണ്. നമ്മൾ ഏതായാലും ഒരു സംഭവം തീരുമാനിച്ചു, സബ്ജക്റ്റ് തീരുമാനിച്ചു, ഏതെങ്കിലും ചെയ്യാന്നുള്ള തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അടുത്തത് നിങ്ങൾ സാധാരണ ചെയ്യുക അതിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി കോഴ്സോ അതിനെ ബേസുള്ള ഡിഗ്രി കോഴ്സോ ആവും ചിന്തിക്കുക. വേണ്ട, പോണ്ട. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1 മന്ത് സമയം നിങ്ങൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ വീഡിയോ എഡിറ്റിംഗ് ആണ് ചൂസ് ചെയ്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വീഡിയോ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ബിഗിനർ ട്യൂട്ടോറിയൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് കിട്ടാനുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാമിംഗ് ആണെന്ന് വിചാരിക്കുക, ബേസിക് പ്രോഗ്രാമിംഗ് ട്യൂട്ടോറിയൽസ് ആണ് സെർച്ച് ചെയ്ത് ഒരുപാട് കിട്ടാനുണ്ട്. നാളെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയർ ആയിട്ട് മാറണമെന്ന് വിചാരിക്കുക, അങ്ങനെ അത് സെർച്ച് ചെയ്താൽ കിട്ടാനുണ്ട്.
നിങ്ങൾക്ക് സെയിൽസ് പഠിക്കണമെന്നായിരിക്കും, അത് കിട്ടാനുണ്ട്. മാർക്കറ്റിംഗ് പഠിക്കണമെന്നൊക്കെ അത് കിട്ടാനുണ്ട്. ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്നായിരിക്കും, അത് കിട്ടാനുണ്ട്. മെറ്റീരിയൽസ്, നല്ല എക്സ്പേർട്സ്. വീണ്ടും ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഡിഗ്രി കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇന്നലെ പഠിച്ചിറങ്ങിയ അവിടെ സ്റ്റാഫോ മറ്റുള്ള ആൾക്കാരോ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരോ പഠിപ്പിക്കുന്ന മെറ്റീരിയലേ നിങ്ങൾക്ക് കോളേജുകളിൽ നിന്ന് കിട്ടുള്ളൂ. എന്നാൽ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല എക്സ്പേർട്സ്, ആ സബ്ജക്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കണ്ടൻസ് വാച്ച് ചെയ്യുമ്പോഴുള്ള ഫീലും എക്സ്പീരിയൻസും വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് ഒരു 1 മന്തോ മാക്സിമം 2 മന്ത്സ് സമയത്ത് സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു സ്കില്ല് പഠിച്ചെടുക്കണം. സ്കില്ല് പഠിച്ചെടുക്കുക എന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു ടൈം പാസ് ആയിട്ട് കാണരുത്. അങ്ങനെ കാണുന്ന ആൾക്കാർ ഈ പരിപാടി വിട്ടേക്കുക, അവർക്കുള്ള പരിപാടിയല്ല. നമ്മൾ പ്രത്യേകം പറയുകയാണ്, നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു 8 to 10 hours ഡെയിലി സ്പെൻഡ് ചെയ്തുകൊണ്ട് സാറ്റർഡേ സൺഡേ ഇല്ലാത്ത രീതിയിൽ ഒരു 1 മന്ത് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഐങ്ക സ്കിൽ ഏതായിക്കോട്ടെ ഏതും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് കിട്ടും. ഈ അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാക്കുക. ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ റെഡി ആവാത്ത ആൾക്കാർ, 1 മന്ത് പോലും നിങ്ങളെ ലൈഫിന് വേണ്ടി പണിയെടുക്കാൻ റെഡി ആവാത്തവർ വേഗം വിട്ടേക്ക്, വേറെ ഡിഗ്രി കോഴ്സിനോ വല്ല ഡിപ്ലോമ കോഴ്സിനോ പോയേക്ക്. നമ്മൾ അവരോട് സംസാരിക്കുന്നില്ല. ഇനി ഇതുപോലെ പണിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വേഗം പണിയെടുക്കുക, വർക്കൗട്ട് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്യുക. ഒരു 1 മന്തിൽ ഇരുന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനെ കുറിച്ച് നല്ല അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. നിങ്ങളൊരു കോളേജിൽ പോയി ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിഗ്രി എടുക്കുന്നതിനേക്കാളും കൂടുതൽ നോളജ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 1 മന്ത് ഒരു 10 hours 12 hours നിങ്ങളൊരു ഫീൽഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് വീഡിയോസ് വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് നോളജ് വരും. ഇനി ആ നോളജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ 1 മന്ത് 2 മന്ത്സ് മാക്സിമം അടുത്ത ചെറിയൊരു റെസ്യൂം ഉണ്ടാക്കുക. ഒരു റെസ്യൂമിന് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ റെസ്യൂം ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടും. പറ്റാണ്. ഇപ്പോൾ നിങ്ങൾ ഡിസൈനർ ആണെന്നിരിക്കുക, ഡിസൈനർ റെസ്യൂം ഫോർമാറ്റ് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ പ്രോഗ്രാമർ ആണെന്നിരിക്കും, പ്രോഗ്രാമർ റെസ്യൂം ഫോർമാറ്റ് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ആണോ, അത് ആ സബ്ജക്റ്റ് ബേസുള്ള റെസ്യൂമുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത റെസ്യൂമുകൾ കിട്ടാനുണ്ട്. ഈ റെസ്യൂം ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഐ ബട്ടണിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും അതിൻ്റെ ലിങ്ക്. റെസ്യൂം എടുക്കുക, ഒന്ന് നോക്കുക. ഇതിൽ നിങ്ങളിപ്പോൾ പഠിച്ച വീഡിയോയിൽ പറഞ്ഞ ടേംസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അയാളെ റെസ്യൂമിലുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റെസ്യൂമിൽ കോപ്പി ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് ചെറിയൊരു റെസ്യൂം സെറ്റ് ചെയ്യുക. ഒരു 1 പേജ് റെസ്യൂം സെറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പേര്, അഡ്രസ്സ്, നിങ്ങൾ പഠിച്ചെന്താണ്, ജസ്റ്റ് +2 വരെ എത്ര പഠിച്ചു, എത്രയുടെ മാർക്ക് സ്പെസിഫൈ ചെയ്യണം പോലും ഇല്ല. നിങ്ങൾ പറയുക, ബാക്കി സ്കില്ലുകൾ മെൻഷൻ ചെയ്യുക. ഇന്ന കാര്യങ്ങൾ നോളജ് ഉണ്ട്, ഇന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻബോൾഡ് സെയിൽ, ഔട്ട് ബോൾഡ് സെയിലിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻ കോളിൽ ഇന്ന എക്സ്പീരിയൻസ് ഉണ്ട്, കൺവേർഷൻ ഇന്ന എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ള രീതിയിൽ കാര്യങ്ങൾ പറയാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീഡിയോ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രീമിയർ എഡിറ്റിംഗ് ടൂൾ എനിക്ക് പരിചയമുണ്ട്, അതിൽ ഞാൻ ഗ്രാഫിക്സ് തന്നെ ചെയ്യും, കളറിങ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ടിൽ ഇന്ന ടൂളുകളൊക്കെ എനിക്കറിയാം എന്നൊക്കെയുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. 3ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പ്രോഗ്രാമിംഗ് ആണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തുള്ള കമ്പനീസ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കമ്പനീസ് ഈ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് കണ്ടാവും. സെയിൽസ് ആണെങ്കിൽ എല്ലാ കമ്പനിക്കും സെയിൽസ് വേണം, എല്ലാ കമ്പനിക്കും മാർക്കറ്റിംഗ് വേണം. വീഡിയോ എഡിറ്റിംഗ് പിന്നെ മീഡിയ കമ്പനിക്ക് മാത്രമേ വേണ്ടിയുള്ളൂ. മീഡിയ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് കമ്പനിക്ക് വേണം. മീഡിയനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മീഡിയക്കാരുണ്ടെങ്കിൽ ബ്രോട്ടോടൈപ്പിൽ എത്രയും പേര് വേണം. ഈ കമ്പനീസിലോട്ടൊക്കെ എന്ത് ചെയ്യുക, അവരുടെ നമ്പറും വെബ്സൈറ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ഓരോ കമ്പനിയുടെ പേര് എടുക്കുക ആദ്യം, ആ പേര് വെച്ചിട്ട് മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, ആ വെബ്സൈറ്റുകൾ കിട്ടും കമ്പനിയുടെ. അതിൽ കോൺടാക്ട് അസ് പേജ് ഉണ്ടാവും, അതിലൊന്ന് സബ്മിറ്റ് ചെയ്യുക, അതിൽ മെയിൽ അഡ്രസ്സ് ഉണ്ടാവും, അതേപോലെ മൊബൈൽ നമ്പർ ഉണ്ടാവും. ഇതിലൊക്കെ വിളിക്കുക എന്നുള്ള ധൈര്യം വേണേ. വിളിച്ചിട്ട് സംസാരിക്കുക. ഞാനൊരു 1 മന്തായിട്ട് മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് ഇന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് ട്രിക്കുകളൊക്കെ അറിയാം, എനിക്ക് മാർക്കറ്റിംഗ് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ട്. എനിക്ക് നിങ്ങളെ കമ്പനിയിലൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ റെഡിയാണ്, ഇനിയും ഞാൻ പഠിക്കാൻ റെഡിയാണ്, ഇനിയും ഞാൻ റിസർച്ച് നടത്താൻ റെഡിയാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കമ്പനിയിൽ ഞാൻ കയറണമെന്നുണ്ട്. ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇപ്പോഴേ എനിക്ക് ഇങ്ങനൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്യണമെന്നൊക്കെയാണ് താല്പര്യം എന്ന് കമ്പനീസിനെ വിളിച്ച് സംസാരിക്കുക. ജോബായിട്ടോ ഒരു ഇൻറ്റേൺഷിപ്പായിട്ടോ തന്നാൽ മതി, ഞാൻ കയറാൻ റെഡിയാണ്. ഇപ്പോൾ സാലറി ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ കയറാൻ റെഡിയാണെന്നുള്ള ഇതിൽ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഒട്ടുമിക്ക കമ്പനീസ് സാലറി തരും, ബേസിക് സാലറി തരാതെ ചെയ്യിപ്പിക്കില്ല ഒട്ടുമിക്ക കമ്പനി. ചിലവർക്ക് അറിയാം ബേസിക് നിങ്ങളുടെ ചിലവെങ്കിലും കഴിഞ്ഞു പോകണമെന്ന് ഒട്ടുമിക്ക കമ്പനിക്ക് സാമാന്യ ബോധം ഉണ്ടാവും. ഇനി അത്രയും ബോധമില്ലാത്ത കമ്പനികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നോളജ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ സാലറി ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഇൻറ്റേൺഷിപ്പായിട്ടോ ജോലിക്കായിട്ടോ എന്ത് ചെയ്യുക, നിങ്ങൾ കയറാൻ നോക്കുക. അങ്ങനെ ഒരു 20 കമ്പനീസിന് നിങ്ങളൊരു 1 മന്തോ 2 മന്ത്സോ വർക്കൗട്ട് ചെയ്ത സ്കില്ല് വെച്ചിട്ട് റെസ്യൂം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഈ റെസ്യൂം വെച്ചിട്ട് നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്ത് ഒരു 20 കമ്പനീസിനെ വിളിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. ജോലി കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, പ്രോട്ടോടൈപ്പിനെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മൾ കറക്റ്റ് ചെയ്ത് തരാം. നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യണേ, 1 മന്തോ 2 മന്ത്സോ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. 20 റിജക്ഷൻസ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ, നമ്മൾ ആൾക്കാർ ആരും ഇങ്ങനെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുകയില്ല. വർക്കൗട്ട് ചെയ്താൽ തന്നെ ഒരു കമ്പനീസിനെ വിളിച്ച് സംസാരിക്കാൻ ധൈര്യം കാണിക്കുകയില്ല. നിങ്ങൾ ധൈര്യം കാണിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വേൾഡിൽ ഒരു 5% ആൾക്കാർ രക്ഷപ്പെടുന്ന ആൾക്കാരുടെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അതിലോട്ട് പോകണം താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിച്ച് സംസാരിക്കുക. എനിക്ക് ഈ സ്കില്ലുണ്ട്, ജോലി തരാൻ പറ്റുമോ, എനിക്ക് ഈ സ്കില്ലുണ്ട്, ജോലി തരാൻ പറ്റുമോ. റിജക്ഷനായിട്ട് എടുക്കുക. ഓരോരുത്തർ റിജക്റ്റ് ചെയ്യും. നിങ്ങളെ ചിലപ്പോൾ കളിയാക്കും, ചിലപ്പോൾ പറ്റണില്ല. നിങ്ങൾ പ്ലസ് 2 കഴിഞ്ഞുള്ളൂ, പോയി വല്ല ഡിഗ്രി എടുക്കണം. നാട്ടിലെ നോർമൽ ടോക്കുകളെല്ലാം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഡിഗ്രി അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ വിട്ടേക്കുക. നിങ്ങൾ വീണ്ടും അടുത്ത റിജക്ഷൻ എടുക്കുക. അത് 20 കമ്പനിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. നേരെ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ജോലിയിലോട്ട് കയറുക. ഒരു 6 months to 1 year 2 year ഒക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേന് അതിൽ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റുമോ. അല്ലെങ്കിൽ മാസ്റ്റർ ചെയ്യുകയും ആ സബ്ജക്റ്റ് ഇൻട്രസ്റ്റ് ആവാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ അതിലോട്ട് അങ്ങ് കയറിപ്പോയാൽ മതി. കയറിപ്പോയിട്ട് കുറേ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ഡിഗ്രിയോ, ഇനിയിപ്പോൾ വീട്ടുകാരൊക്കെ നിർബന്ധിക്കുകയാണ്, വലിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരോട് പറയാം, ഞാൻ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് ജോലിയിലോട്ട് കയറിയിട്ട് നല്ലൊരു സ്കില്ലും നല്ലൊരു ഇൻകൊക്കെ ഉണ്ടാക്കി തുടങ്ങിയതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് വേണേൽ പേരിനൊരു ഡിഗ്രി എടുത്താൽ മതി. ഡിഗ്രിയിൽ അത്രേ കിട്ടാനുള്ളൂ. നിങ്ങളൊരു കോളേജിൽ പോയി ഡിഗ്രി എടുത്താലും അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺലൈൻ ഡിഗ്രി എടുത്താലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ആ വർക്ക് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാർട്ട് ടൈം ആയിട്ടോ ഓൺലൈൻ ഡിഗ്രികൾ എടുക്കുക, അല്ലെങ്കിൽ പോയിട്ട് ഡിഗ്രികൾ എടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Tier 1 കോളേജുകളിൽ ഡിഗ്രിയൊക്കെ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ചിലപ്പോൾ വന്ന് ചിലപ്പോൾ കൂടുതൽ പഠിച്ചേക്കാം സബ്ജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുത്തോ. ഇതൊക്കെ എടുക്കണം നിർബന്ധം തന്നെ ഞാൻ പറയണത്. ഈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെയുള്ള പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ജോലി കിട്ടൂലേ എന്നൊക്കെയുള്ള ചിന്ത വിടുക. ഇനി അങ്ങോട്ട് സർട്ടിഫിക്കറ്റിനേക്കാളും വാല്യൂ നിങ്ങളുടെ സ്കില്ലിനാണ്. സ്കില്ലുണ്ടോ എന്നുള്ള അവർ മെഷർ ചെയ്യും. മെഷർ ചെയ്യാനുള്ള ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത് മെഷർ ചെയ്തിട്ട് നല്ല സ്കില്ലുള്ള ജോബുകൾ കിട്ടാനുണ്ട്. അവിടെ നിങ്ങളെ ഡിഗ്രി ഏതാ, പഠിച്ചതിൻ്റെ മാർക്ക് ഏതാണെന്നുള്ളത് ചോദിക്കുകയില്ല. അപ്പോൾ അതിനൊക്കെയുള്ള വഴികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാരൻറ്റ്സ് വലിയ എതിർപ്പുകൾ ഉണ്ടാവില്ല. അതായത് ഡിഗ്രി ചെയ്തോളാം, ഒരു 2 വർഷമൊക്കെ സമയം ചോദിക്കുക, 2 വർഷം കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ചെയ്തോളാം. ഇപ്പോൾ ഒരു സ്കില്ല് വർക്കൗട്ട് ചെയ്യുക, യൂട്യൂബ് വെച്ച് പഠിക്കുക, റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, നേരെ കമ്പനീസിന് പഠിക്കുക, ജോലിക്ക് കയറുക. ഒരു 3 മാസത്തോളം നിങ്ങൾ ജോലിക്ക് കയറിയിരിക്കും. അപ്പോൾ കയറിയിട്ട് വേഗം എന്ത് ചെയ്യുക, യൂട്യൂബിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇന്ന ജോലിക്ക് കയറി എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക. ഒരു ഹെവി ആക്ഷൻ എടുത്ത് നോക്ക്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ പോകും. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഡിഫറൻ്റ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ളൊരു ധൈര്യം വരാനുണ്ട്. ഇങ്ങനെയൊക്കെ ആക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ലൈഫിൽ ഫ്യൂച്ചറിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹെവി ആക്ഷൻസ് എടുക്കാനും വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നേരിടാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് മാറണമെങ്കിൽ സാധാരണ എല്ലാവരും എടുക്കുന്ന ഈ സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഇതുപോലുള്ള ആക്ഷൻസ് എടുത്ത് നോക്കുക. സോ അറിയിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സോ ഈ പറഞ്ഞ പോലെ IT പ്രോഗ്രാമിംഗ് പഠിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ തന്നെ വീഡിയോസും കാര്യങ്ങളുണ്ട്, സപ്പോർട്ടെല്ലാം നമ്മുടെ ടീം തരും. സോ വർക്കൗട്ട് ചെയ്ത് നോക്കുക. IT-യിലുള്ള ചാൻസ് ഞാൻ പറഞ്ഞു. ഇതുപോലെ മറ്റു പല ഫീൽഡുകളുണ്ട്. അതിൻ്റെ സ്കില്ലുകൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോസും വാച്ച് ചെയ്യുക. എന്നിട്ട് ഡിഫറൻ്റ് ആയിട്ടൊന്ന് ലൈഫ് ബിൽഡ് ചെയ്ത് നോക്കുക.